ഇത് കണ്ടോ, മഴയെന്ന് വെച്ചാൽ മഴയാണ് കേട്ടോ. ഇവിടുന്നോ വന്നു കയറി ഒരു പട്ടിക്കുഞ്ഞ് വാതുക്കെ കിടന്ന് തണുത്ത് വിറക്കുകയാണ്. അവനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ഒരു വഴിയില്ല. ഞങ്ങൾ അവനെ അങ്ങനെ ആഹാരമൊക്കെ കൊടുത്തിട്ട് ഞങ്ങളൊരു തുണിയൊക്കെ എടുത്തിട്ട് പുതപ്പിച്ച്, ഞങ്ങൾക്ക് ആകെ ഇതൊരു ബേസിൻ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് കയറ്റി കിടത്തിയൊക്കെയാണ് കേട്ടോ. പാവം കിട്ടും, അതങ്ങ് ചത്തു പോകുന്നുള്ള അവസ്ഥയിലായിരുന്നു കേട്ടോ. അതങ്ങനെ തണുത്ത് വിറച്ചിട്ട് ഞങ്ങൾ അതിനെ പുതപ്പിച്ച് കിടത്തിയൊക്കെയാണ്. അവനെ കിടുകിടാ വിറക്കുകയാണ് തണുത്തിട്ട്. ഞങ്ങൾക്കാണെങ്കിൽ അകത്ത് കയറ്റി കിടത്താനൊന്നും പറ്റുമൊന്നുമില്ല. അത് മഴയെന്ന് പറഞ്ഞാൽ മഴ. എവിടുന്നോ വന്ന് കയറി വരണം. പാവം അത് കിടന്നങ്ങ് വിറയ്ക്കുകയാണ്. എവിടെ എടുത്തുകൊണ്ട് വെക്കണമെന്ന് പോലും പറ്റത്തില്ല. പെരയ്ക്കകത്തൊന്നും നമ്മൾ കയറ്റത്തില്ല. പെരയ്ക്കകത്തൊന്നും അതിനുള്ള സ്ഥലവും സൗകര്യമൊന്നുമില്ല. പാവമാണ് കേട്ടോ ഇങ്ങനെ ഓരോന്നൊക്കെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോണത്. ഇടാ നല്ല ക്യൂട്ടൊരു പട്ടിക്കുട്ടി. എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് അതിന് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ അതിനെ പുതപ്പിച്ച് അങ്ങനെ കിടത്താൻ നോക്കുകയാണ്. കിടന്നോടാ, അവിടെ കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. എന്തെങ്കിലും ചെയ്യടാവും, ഉറങ്ങിക്കോ അവിടെ കിടന്ന്. കിട്ടിയ തുണിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുതപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ സുൽത്താനാടെ ഉടുപ്പാണ് ഇട്ടേക്കുന്നവൻ. ഉടുപ്പാടി. എന്നാലും പാവം. എനിക്ക് കണ്ടോ 3 കുഞ്ഞുങ്ങൾ ഇവിടെ ഇങ്ങനെ വാതിക്കൽ നിൽക്കുകയാണ് കോട്ട് വെച്ചിട്ട്. പക്ഷേ തൊപ്പിയെടുത്ത് അല്ലല്ലോട്ട് വെച്ച ചെവി കാറ്റി കയറാതെ ഉണ്ടോ ഈ തണുപ്പത്ത്. അവൾക്ക് പിന്നെ കോട്ടിട്ട് കൊടുത്തിട്ട് അവൾ ദൂരെ എറിഞ്ഞു. എനിക്കൊന്നും വേണ്ട, ഞാൻ ഇതൊന്നും ശീലിച്ചിട്ടില്ല എന്ന്. ഇവളുമാർ രണ്ടും പിന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ മക്കളെയാണ് ഓർമ്മ വന്നത്. ഇവനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഓർമ്മ വന്നു. പാവം പട്ടിക്കുഞ്ഞുങ്ങളായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ. പട്ടിക്കുഞ്ഞുങ്ങളായിരുന്നു. ഒരു ജീവിയല്ലേ, ഒരു ജീവി. നമ്മൾ മനുഷ്യനൊക്കെ ജീവികളോട് കരുണ കാണിക്കണമെന്നാണ്. ആ കരുണയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. നീയൊക്കെ പട്ടിക്കുട്ടി ആയിരുന്നെങ്കിൽ എന്നോട് കുറച്ച് നന്ദി കാണിച്ചേനെ. ഈ പട്ടികൾക്കൊക്കെ സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അവർ കാണുന്നതിനെല്ലാം അവർ വിളിച്ചു പറയും. എല്ലാ ജീവജാലങ്ങൾക്ക് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ ഈ ലോകത്തെ കാണുന്ന മൊത്തം അവർ വിളിച്ചു പറയും കേട്ടോ. അതെല്ലാം അവർക്ക് സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല. പക്ഷേ ലോകാവസാനത്തിൻ്റെ സമയത്ത് അതുങ്ങൾ സംസാരിക്കുക എന്നാണ് ഇങ്ങനെ കേട്ടേക്കുന്നത്. ഒരു ചെറിയൊരു കേൾവിരിക്കുള്ളത്. ഒരു പട്ടിയും സംസാരിക്കത്തില്ല, അതുങ്ങൾ കുരയ്ക്കത്തേ ഉള്ളൂ കേട്ടോ. എനിക്ക് പിന്നെ അവനെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. ഞാൻ എന്നിട്ട് അങ്ങനെ അവനെ പുതപ്പിച്ച് മൂടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ അവിടെ താഴെ നമുക്കിവിടെ അങ്ങനെ വലിയ വാടക വീടാണ് കേട്ടോ. പിന്നെ സെറ്റിലൊന്നും ചെയ്യാനൊന്നുള്ള സൗകര്യമൊന്നുമില്ല. ഞാൻ അവനെ എടുത്തിട്ട് ഇവിടെ മഴയെന്ന് വെച്ചാൽ മഴയാണ് കേട്ടോ. അവനെ എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതൊരു ബാത്റൂമാണേ. ഇതുകൊണ്ടോ ഒരു ബാത്റൂമാണ്. ഞങ്ങൾ പക്ഷെ അങ്ങനെ ഉപയോഗിക്കുന്ന ബാത്റൂമൊന്നുമല്ല. ഞങ്ങൾ അവനെ കൊണ്ടുവന്നതാണ്ട് ഇവിടെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് കണ്ടോ. പാവമാണ്, കണ്ടിട്ട് എന്തോ ഒരു പാവം തോന്നുക. പുതച്ചിട്ട് അങ്ങനെ വിറച്ചങ്ങ് ഇരിക്കുകയാണ് അവനെ അങ്ങനെയെങ്കിലും എടുത്തിട്ട് എങ്ങോട്ടെങ്കിലും വിട്ടാലും കുഴപ്പമില്ലല്ലോ. പാവം കണ്ടോ, എന്തൊരു തണുപ്പാണ്. അവന് നല്ല തണുത്തിട്ടിരിക്കുകയാണ് അവനങ്ങനെ. എന്തായാലും പുതപ്പിച്ച് അവനെ സേഫായ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇരുത്തിയിട്ടുണ്ട്. ഇനിയെല്ലാം ശരിയാവും. ഇനി നമ്മൾ അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് മഴയൊക്കെ മാറിയിട്ട് ആരോഗ്യം വയ്ക്കുകയാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. ഇല്ലെങ്കിൽ അവൻ ഇവിടെ തന്നെ ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ. അല്ലാതെ ഇപ്പം എന്ത് തന്നെ, ഒരു ജീവിയല്ലേ. നമുക്കടുത്ത് തല്ലിക്കൊന്ന് കളയാനൊന്നും പറ്റുമൊന്നുമല്ലല്ലോ. നമ്മളൊക്കെ മനുഷ്യരല്ലേ, ജീവികളോട് കരുണ കാണിക്കേണ്ടത് നമുക്കൊക്കെ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത് കേട്ടോ. എൻ്റെ കിണറൊക്കെ ഇതാണ്. കിണറിൻ്റെ അടുത്തായിട്ടാണ് ഇവിടെ ഒരു ബാത്റൂം ഉള്ളത്. നമ്മളിത് ഉപയോഗിക്കുന്ന ബാത്റൂമല്ല. നമ്മളവിടെ വീടിനകത്ത് ഇവിടെ വരാനുള്ള ബുദ്ധിമുട്ട് കാരണം വീട്ടിൽ നിന്ന് കുറേ ഇങ്ങ് താഴേക്ക് ഇറങ്ങിയുള്ള ബാത്റൂം കേട്ടോ. അപ്പോൾ ഈ ബാത്റൂമിലോട്ട് ഇറങ്ങി വരാനുള്ള സൗകര്യക്കുറവുകൊണ്ട് നമ്മൾ വാടകയുടെ മുതലാളിയോട് പറഞ്ഞ് നമുക്ക് അകത്ത് ബാത്റൂം കെട്ടിത്തരണമെന്ന് പറഞ്ഞിട്ട് അവരകത്ത് ബാത്റൂം കെട്ടിത്തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. കാരണം രാത്രിയിലൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. പന്നിയെന്ന് പറഞ്ഞ് കോരി എടുത്തിട്ട് നമ്മളെ കൊന്നു കളയുന്ന പന്നികളാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാനൊന്നും പറ്റത്തില്ല. എപ്പോഴാണ് അപകടം എന്നറിയത്തില്ല. രാത്രിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറങ്ങാൻ പറ്റും. അങ്ങനെ അവർ അകത്തപ്പോൾ ബാത്റൂം കെട്ടി തന്നതുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഇവിടെ നമ്മൾ അവനെ കൊണ്ടുവന്ന് സേഫായിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് പാവം.